ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രഗ് കാൽക്കുലേഷൻസിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് അവസാനം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രഗ് ഡോസേജ് കാൽക്കുലേഷൻ എന്താണെന്നതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഡെഫിനിഷനും ആണ്. അപ്പോൾ ഡ്രഗ് ഡോസേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണെന്നത് കാൽക്കുലേറ്റ് ഡ്രഗ് ഡോസ് കറക്റ്റ്ലി ഈസ് ഓൺ ഇസെൻഷ്യൽ സ്കിൽ ടു പ്രിവെൻറ്റ് ആൻഡ് റെഡ്യൂസ് മെഡിക്കേഷൻ എറേഴ്സ്. മെഡിക്കേഷൻ എറേഴ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡ്രഗ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് ഉള്ള ഡോസിൽ പേഷ്യൻറ്റിന് കൊടുക്കണം. അപ്പം നമ്മുടെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡ്രഗ് റൈറ്റ് ഡോസ് ഓഫ് ഡ്രഗ് എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഡോസേജ് കാൽക്കുലേഷൻ എന്ന ആ ഒരു ടേംസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഡ്രഗ് ഡോസേജ് കാൽക്കുലേഷൻസ് ആർ method to calculate drug dose correctly to prevent medication errors and ensure patient safety. അതെന്ന് പറഞ്ഞാൽ ഡ്രഗ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുറച്ച് മെത്തേഡ്സ് ആണ്. ഒരു മെത്തേഡ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ ഡ്രഗ് കാൽക്കുലേഷനും ഓരോ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ ഡ്രഗ് ഡോസേജ് കാൽക്കുലേഷൻസ് ആർ മെത്തേഡ്സ് എന്നാൽ സോ മെനി മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനാ? ഡ്രഗിന്റെ ഡോസ് കറക്റ്റ് ആയിട്ട് ടു പ്രിവെന്റ് മെഡിക്കേഷൻ എറേഴ്സ് ആൻഡ് എൻഷുർ പേഷ്യന്റ് സേഫ്റ്റി. മെഡിക്കേഷൻ എറർ പ്രിവെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേഷ്യന്റ് സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് അപ്പോൾ ഡെഫിനിഷൻ ഓഫ് മെഡിക്കേഷൻ ഡോസേജ് കാൽക്കുലേഷൻ. ഡ്രഗ് ഡോസേജ് കാൽക്കുലേഷൻസ് ആർ ദ മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് ഡ്രഗ് ഡോസ് കറക്റ്റ്ലി ടു പ്രിവെന്റ് മെഡിക്കേഷൻ എറേഴ്സ് ആൻഡ് എൻഷുർ പേഷ്യന്റ് സേഫ്റ്റി. ഇതാണ് അപ്പോൾ മെഡിക്കേഷൻ കാൽക്കുലേഷന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെഡിക്കേഷൻ കാൽക്കുലേഷന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ് അതെന്ന് പഠിച്ചു, അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഈ ഒരു മെയിൻ തിങ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെഡിക്കേഷൻസ് കാൽക്കുലേഷൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള കൺവേർഷൻസ് ആണ് ഈ പറയുന്നത്, ഡോസേജ് കാൽക്കുലേഷൻ കൺവേർഷൻസ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 1 mg കാൽക്കുലേറ്റ് ചെയ്യാൻ തരുന്നത്. അപ്പം നമ്മളത് MCG ആക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കൺവേർഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 1 mg എന്ന് പറയുന്നത് 1000 mcg ആണ്. 1 gram എന്ന് പറയുന്നത് 1000 mg ആണ്. 1 liter 1000 ml ആണ്. 1 ml 1 cc ആണ്. 5 ml എന്ന് പറയുന്നത് 1 ടീസ്പൂൺ. അതേപോലെ തന്നെ 3 ടീസ്പൂൺ കൂടുമ്പോഴാണ് 1 ടേബിൾ സ്പൂൺ ആകുന്നത്. 15 ml എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ. ഈ 15 ml ആണ് 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂൺ ആണ്. 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml ആണ്. ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് കാണും. പക്ഷെ ജസ്റ്റ് ഈ ഒരു കൺവേർഷൻസ് നമ്മൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഡോസേജ് കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. അപ്പോൾ എവിടെ വരെ നമ്മൾ എത്തി? 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഈസ് ഈക്വൽ ടു 15 ml. ഇനി 30 ml എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1 ഔൺസ് എന്നാണ് പറയുന്നത്. ഈ 1 ഔൺസ് എന്ന് പറയുന്നത് 2 ടീസ്പൂൺ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാകും. കാരണം 1 ഔൺസ് എന്ന് പറയുന്നത് 30 ml ആണ്. 30 ml എന്ന് പറയുന്നത് 15 ml 1 ടേബിൾ സ്പൂൺ ആകുമ്പോഴത്തേനും 30 ml എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ ആവും. അങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത് ഇതാണ്. 8 ounce is equal to 2 cup. 8 ounce is equal to 2 cup and 1 kilogram is equal to 1000 gram and 1 kilogram is 2.2 IBS. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ട കാൽക്കുലേഷൻ കൺവേർഷൻസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് എളുപ്പമായിരിക്കും. 1 mg is equal to 1000 mcg, 1 gram is equal to 1000 mg, 1 liter is equal to 1000 ml and 1 milliliter is equal to 1 cc and also 5 ml is equal to 1 teaspoon and 3 teaspoon is equal to 1 tablespoon and 15 ml is equal to 1 tablespoon and 30 ml is equal to 2 tablespoon, that is 1 ounce, and 1 ounce is equal to 2 tablespoon and 8 ounce is equal to 2 cup and 1 kg is equal to 1000 gram and 1 kg is equal to 2.2 IBS. ഇത്രയും
കാൽക്കുലേഷൻ കൺവേർഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. കൺവേർഷന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ കൺവേർഷൻസ് എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് അടുത്ത പഠിക്കുന്നത്. മാസമാകുമ്പോൾ നമ്മൾ പറഞ്ഞ MCGനെ നമുക്ക് MGയിലേക്ക് ആക്കണം, അല്ലെങ്കിൽ MGനെ ഗ്രാമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് ആക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യും. എന്നാൽ അത് തിരിച്ച് MCGനെ MGയിലാക്കി, KGനെ ഗ്രാമിലാക്കുക, ഗ്രാമിനെ MGയിലാക്കുക, MGനെ MCGയിലാക്കുക. അങ്ങനെ തിരിച്ചാണെങ്കിൽ ഇൻറ്റു 1000 നമ്മൾ ചെയ്യണം. അതാണ് ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളോട് ഒരു എക്സാമ്പിൾ നമ്മളോട് പറയുക, 5000 MCGനെ നമ്മൾക്ക് കിലോഗ്രാമിലാക്കണം, അല്ലെങ്കിൽ 5000 MCGനെ ഒരു MGയിലാക്കണം. അതിനുള്ള ഇത് ഞാൻ കാണിച്ചു തരാം എക്സാമ്പിൾ സഹിതം. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ പഠിച്ചായിരുന്നു, 1 kg എന്ന് പറയുന്നത് 1 IB എന്ന് പറയുന്നത് തുല്യമാണ് 2.2 IB എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1 IBനെ KGയിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 2.2 ചെയ്യുക. എന്നാൽ KGനെ IBയിലേക്ക് ആക്കാൻ ഇൻറ്റു 2.2 ചെയ്യുക. ഇതാണ് അടുത്ത കൺവേർഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ വോളിയം. വോളിയം വരുമ്പോഴത്തേനും നമുക്ക് ML MC അതല്ല വോളിയം. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വോളിയത്തിൽ വരുന്നത് നമുക്ക് MCLനെ MLയിലേക്ക് ആക്കണം, MLനെ ലിറ്ററിലേക്ക് ആക്കണം, ലിറ്ററിനെ KLയിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. എന്നാൽ ഇത് തിരിച്ച് KL ടു ലിറ്റർ ടു ML ടു MCL അത് വരുമ്പോഴത്തേനും ഡിവൈഡ് ഇൻറ്റു 1000 വരും. അടുത്തത് ടൈമിന് നമുക്ക് പറയുന്നത് മിനിറ്റിനെ അവേഴ്സ് ആക്കുക, അവേഴ്സിനെ മിനിറ്റ് ആക്കുക. മിനിറ്റിനെ അവേഴ്സ് ആക്കുന്നതിന് ഡിവൈഡഡ് ബൈ 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് 1 അവർ. അതുകൊണ്ട് തന്നെ മിനിറ്റിനെ അവർ ആക്കാനായിട്ട് 60 ഡിവൈഡഡ് ബൈ 60. ആൻഡ് അവറിനെ മിനിറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 60 ചെയ്യുക. ഇത് നമ്മുടെ ഡോസേജ് കാൽക്കുലേഷനിൽ മെയിനായിട്ട് വരുന്നതാണ് അവേഴ്സ്. അവറിനെ മിനിറ്റ് ആക്കുക ഇൻറ്റു ബൈ 60. ഇതാണ് മെയിനായിട്ടുള്ള കൺവേർഷൻസ്, കോമൺ ആയിട്ടുള്ള കൺവേർഷൻസ്. ഇനി ആ കാൽക്കുലേഷൻസ് നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾ വഴി ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് MCG ടു MG. അതായത് 5000 MCGനെ നമുക്ക് MG ആക്കണം. നമ്മൾ പഠിച്ച ഇക്വേഷൻ എങ്ങനെയാ? MCG ടു MG, MG ടു ഗ്രാം, ഗ്രാം ടു KG ആക്കണമെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഇവിടെ എക്സാമ്പിൾ 5000 MCG ആണ് ഉള്ളത്, അതിനെ നമ്മൾക്ക് MGയിലേക്ക് ആക്കണം. അപ്പൊ 5000 MCG ഇസ് ഈക്വൽ ടു ഇതിനെ MCG ഡിവൈഡഡ് ബൈ 1000, അതായത് 5000 ഡിവൈഡഡ് ബൈ 1000, then 5000 ഡിവൈഡഡ് ബൈ 1000 is equal to 5 mg. അതായത് 5000 MCG എന്ന് പറയുന്നത് 5 mg ആണ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 5 mg ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. MCG ടു MG ടു ഗ്രാം ടു KG വരുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട 5000 MCG എന്നുള്ളതാണ്. അതിന് MGയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ MCGനെ MGയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അതായത് 5000 MCG ഡിവൈഡഡ് ബൈ 1000 is equal to 5000 ഡിവൈഡഡ് ബൈ 1000 is equal to 5 mg. That is 5000 MCG is equal to 5 mg. ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 2, കൺവേർട്ട് 44 IB ടു KG. അതായത് 44 IBനെ നമുക്ക് KG ആക്കണം. അതിന്റെ ഇക്വേഷൻ വരുന്നത് 1 IB ടു KG ആക്കണം എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 2.2. അതായത് 44 IB ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഡിവൈഡഡ് ബൈ 2.2 ചെയ്യുമ്പോൾ 44 ഡിവൈഡഡ് ബൈ 2.2 is equal to 20 kg. അതായത് 44 IB is equal to 20 kg. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർട്ട് 44 IB ടു KG. IB ടു KG ആക്കാൻ ഡിവൈഡഡ് ബൈ 2.2 ചെയ്യണം. അപ്പോൾ 44 IBനെ നമ്മൾക്ക് KGയിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 2.2 ചെയ്തു. 44 ഡിവൈഡഡ് ബൈ 2.2 is equal to 20 kg. That is 44 IB is equal to 20 kg. അതാണ് അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാൻ വോളിയത്തിന്റെ ഒരു കണക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്നത് കൺവേർട്ട് 0.03 ലിറ്റർ ടു MCL. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കൺവേർഷൻ ചെയ്തതിന് ശേഷം അടുത്ത കൺവേർഷനും കൂടെ നമുക്ക് ഇതിനകത്ത് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ KL ടു ലിറ്റർ ആക്കാൻ ഇവിടെ 1000 ഇൻറ്റു 1000 ചെയ്യണം. ലിറ്റർ ടു ML ആക്കണമെങ്കിൽ ഇൻറ്റു 1000 വീണ്ടും ചെയ്യണം. ML ടു MCL ആക്കാനായിട്ട് ഇൻറ്റു 1000 വീണ്ടും ചെയ്യണം. അപ്പൊ ഇവിടെ ലിറ്റർ ടു MCL ആക്കാനാണ് പറഞ്ഞത്. ലിറ്റർ ടു MCL ആക്കണമെങ്കിൽ നമ്മൾ ലിറ്റർ ടു ML ആക്കിയതിന് ശേഷം
ML to MCL ആക്കണം. അതിനകത്ത് ലിറ്റർ ടു ML ആക്കണമെങ്കിൽ ഈ 0.03 ലിറ്ററിനെ ഇൻറ്റു 1000 ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 3 ml എന്ന് പറയുന്നത് കിട്ടും. അത് ML നമ്മൾ കിട്ടും. ഈ MLനെ പിന്നെ നമ്മൾ MCLലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു ഒന്നുകൂടെ 1000 ചെയ്യണം. അതായത് 3 ml ഇൻറ്റു 1000 ഇസ് ഈക്വൽ ടു 3000 ml. അപ്പോൾ ആൻസർ വരുന്നത് 0.003 ലിറ്റർ ഇസ് ഈക്വൽ ടു 3000 MCL എന്ന് പറയുന്നു. അതായത് നമ്മളിവിടെ കാണിക്കുന്നത് ഈ ലിറ്ററിനെ ML-ലാക്കി ML-നെ MCL-ലാക്കി. പറഞ്ഞതുപോലെ തന്നെ ഈ 0.03 ലിറ്റർ ഇൻറ്റു 1000 ഈസ് ഈക്വൽ ടു 3 ml. ദെൻ again ഇൻറ്റു 1000. 3 ml ഇൻറ്റു 1000 ഈസ് ഈക്വൽ ടു 3000 MCL. അതാണ് അതിൻ്റെ ആൻസർ. 0.003 ലിറ്റർ ഈസ് ഈക്വൽ ടു 3000 MCL. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് എക്സാമ്പിൾ 4 ആണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് 5 hours to minute. ഇത് സമയത്തിന്റെ ടൈമിന്റെ ഒരു കാര്യമാണ്. അപ്പോൾ അവേഴ്സിനെ മിനിറ്റ് ആക്കാൻ ഇൻറ്റു 60 ചെയ്യുക. അതായത് 5 hours എന്ന് പറയുന്നത് ഇൻറ്റു 60 ചെയ്യുമ്പോൾ 300 minutes. 5 hours എന്ന് പറയുന്നത് 300 minutes ആണ്. അതാണ് ഇതിനകത്ത് പറയുന്നത് അവേഴ്സിനെ മിനിറ്റ് ആക്കുക. എന്നാൽ ഇത് മിനിറ്റിനെ അവേഴ്സ് ആക്കണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പം നമുക്ക് 3000 മിനിറ്റിനെ നമുക്ക് അവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3000 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അതാണ് 5 hours. ഇതായിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ടും ഇത് ടൈമിങ്ങിന്റെ കണക്ക് എപ്പോഴും നമുക്ക് ചോദിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് കാൽക്കുലേഷന്റെ റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് നമുക്ക് വരാറ്. അപ്പോൾ കൺവേർട്ട് 5 hours to minute എന്ന് പറയുന്നത് 5 hours അത് hours to minute ചെയ്യണമെങ്കിൽ ഇൻറ്റു 60 ചെയ്യണം. അവേഴ്സ് 5 hours ഇൻറ്റു 60 ഇസ് ഈക്വൽ ടു 300 minutes. അതുപോലെ തന്നെ 300 minutesനെ അവേഴ്സ് ആക്കാൻ 300 minutes അവേഴ്സ് ആക്കാൻ 3000 ഞങ്ങളുടെ 300 ഡിവൈഡഡ് ബൈ 60 ഇസ് ഈക്വൽ ടു 5 hours. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ കൺവേർഷൻസും അതിൻ്റെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയും വരുന്നത്. ഇനി നമ്മളിവിടെ വരുന്നത് ഓറൽ കാൽക്കുലേഷൻസിനെ കുറിച്ചുള്ള ഒരു ഇതാണ്. ഓറൽ ടാബ്ലറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒന്നാമത്തെ ഫോർമുലയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓറൽ ടാബ്ലറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഫോർമുലയ്ക്കകത്ത് പറയുന്നത് ഡിസൈഡ് ഡോസ് ഡിവൈഡഡ് ബൈ എച്ച് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. നമ്മുടെ ഹാൻഡിലുള്ള സ്റ്റോക്കിൻ്റെ ആണ് എച്ച് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ഡിസൈഡ് നമുക്ക് വേണ്ട ഡോസ് ഇൻറ്റു വെഹിക്കിൾ. വെഹിക്കിൾ എന്ന് പറയുന്നത് ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റു വെഹിക്കിൾ അതാണ് വരേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ദ ഡോക്ടർ ഓർഡർ 25 mg ഓഫ് ക്യാപ്റ്റോപ്രിൽ. ക്യാപ്റ്റോപ്രിൽ നമുക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് 25 mg. അപ്പൊ ഇവിടുത്തെ ഡി എന്ന് പറയുന്നതാണ് ഈ ഡിസൈഡ് ഡോസ് 25 mg എന്ന് പറയുന്നത് ഓഫ് ക്യാപ്റ്റോപ്രിൽ. ദ ഡ്രഗ് അവൈലബിൾ ഈസ് 50 mg. അതായത് എച്ച് ഇതാണ് ഹാൻഡ് ഡോസ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് പെർ ടാബ്ലറ്റ്. അപ്പോൾ ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് പെർ ടാബ്ലറ്റ് എന്ന് പറയുന്നത് 1 ടാബ്ലറ്റ് എന്ന് പറയും. 1 ടാബ്ലറ്റ്. അതിനകത്ത് ഹൗ മെനി ടാബ്ലറ്റ്സ് ടാബ്ലറ്റ്സ് ഷുഡ് ബി ഗിവൺ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര ടാബ്ലറ്റ് നമ്മൾ കൊടുക്കണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഡിസൈഡ് ഡോസ് അതായത് 25 mg ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ് അതെന്ന് പറയുന്നത് 50 mg. 25 mg ഡിവൈഡഡ് ബൈ 50 mg ഇൻറ്റു വെഹിക്കിൾ അതായത് 1 ടാബ്ലറ്റ് ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു 1 ടാബ്ലറ്റ്. അതായത് 0.5 ടാബ്ലറ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതായത് ഹാഫ് ടാബ്ലറ്റ്, ഒരു ടാബ്ലറ്റിന്റെ പകുതിയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതാണ് അതിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സസ്പെൻഷനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. നമ്മൾ ടാബ്ലറ്റ്സിന്റെ എങ്ങനെയാണെന്ന് കണ്ടു. ഡിസൈഡ് ഡോസ് ഡിവൈഡഡ് ബൈ ഡോസ് ഇൻ ഹാൻഡ് ഇൻറ്റു ദ വെഹിക്കിൾ അതാണ് നമ്മുടെ ഓറൽ സസ്പെൻഷൻ ഓറൽ ടാബ്ലറ്റിന്റെ കാര്യം വന്നത്. എന്നാൽ ലിക്വിഡ് ഒരു സസ്പെൻഷന്റെ കാര്യം വരുമ്പോഴത്തേനും ഡിസൈഡ് ഡോസ് ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ഇൻ ഹാൻഡ്സ് ഇൻ ദ ക്വാണ്ടിറ്റി ഇൻ ml എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരും. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഫിസിഷ്യൻ ഓർഡർ 60 mg സിറപ്പ്. 60 mg സിറപ്പാണ് നമുക്ക് ഓർഡർ ചെയ്തത്. സ്റ്റോക്ക് ഓൺ ഹാൻഡ് എന്ന് പറയുന്നത് 120 mg. എത്ര ml? 5 ml. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഡി എന്ന് പറയുന്നത് ഈ 60 mg എന്ന് പറയുന്നത് ഡി ആകും.
അതേപോലെ തന്നെ എച്ച് എന്ന് പറയുന്നത് ഇവിടെ 120 ആകും. 5 ml എന്ന് പറയുന്നത് ഇവിടെ വെഹിക്കിൾ ആകും. വെഹിക്കിൾ. അങ്ങനെ ഡി ബൈ എച്ച് ഇൻറ്റു വെഹിക്കിൾ എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 5 ഇസ് ഇക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 120 is equal to 2.5 ml. അപ്പൊ നമ്മൾക്ക് കൊടുക്കേണ്ടത് എത്രയാണ്? 2.5 ml. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഡിസൈഡ് ഡോസ് എന്ന് പറഞ്ഞാൽ 60 ആണ്, ഇവിടെ 120 വരും, ഇവിടെ 5 ml വരും. അതെല്ലാം ഡിവൈഡ് ചെയ്യും 300 ബൈ 120 എന്ന് പറയുന്നത് 2.5 ml സിറപ്പാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഒരു ഓറൽ സസ്പെൻഷന്റെ ഒരു അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഡോക്ടർ ഓർഡേർഡ് 50 mg POTID സിറപ്പായിട്ട്. എന്നാൽ അവൈലബിൾ ഡ്രഗ് എന്ന് പറയുന്നത് 125 mg per 5 ml ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡി എന്ന് പറയുന്നത് ഡിസൈഡ് ഡോസ് എന്ന് പറഞ്ഞാൽ 50 mg മതി നമുക്ക്. എന്നാൽ അവൈലബിൾ 125 mg ആണ്. അതായത് എച്ച് ഡോസ് ഇൻ ഹാൻഡ്. ഇൻ വെഹിക്കിൾ എന്ന് പറയുന്നത് 5 ml എന്ന് പറയുന്നത് 5 ml. അതായത് 50 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 5 ml ഇസ് ഇക്വൽ ടു 250 ഡിവൈഡ് ബൈ 125 ദാറ്റ് ഈസ് 2 ml. 2 ml സിറപ്പ് നമ്മൾ കൊടുത്താൽ മതിയാവും. അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ വരുന്നത് ഐ വി ഫ്ലൂയിഡ് കാൽക്കുലേഷൻ ആണ്. ഇത് മെയിനായിട്ട് നമ്മൾക്ക് ചോദിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാംസിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഐ വി ഫ്ലൂയിഡ് ഒന്നില്ലെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് ചോദിക്കും. 2 തരത്തിലുള്ള കാൽക്കുലേഷൻ ആണ് അതിനകത്ത് വരുന്നത്. ഒന്നാമത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ml per hour കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതായത് എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ അവേഴ്സ് ടു അഡ്മിനിസ്റ്റർ. എത്ര അവേഴ്സിനുള്ളിൽ അവേഴ്സിൽ എത്ര ml നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രോപ്സ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ എത്ര ഡ്രോപ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ള 2 ക്വസ്റ്റ്യൻ ആയിരിക്കും മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. അതായത് ടോട്ടൽ വോളിയം ഇൻഫ്യൂസ്ഡ് ഇൻ ടു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ അവേഴ്സ് അഡ്മിനിസ്റ്റർ ഇൻ മിനിറ്റ്സ്. അതെന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഇൻഫ്യൂസ്ഡ് ടു ബി ഇൻഫ്യൂസ്ഡ്, നമുക്ക് ഇൻഫ്യൂസ്ഡ് ചെയ്യേണ്ടതിന്റെ അളവ് ഇൻറ്റു ആ ഡ്രിപ്പ് സെറ്റിന്റെ ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡ് ബൈ നമ്മുടെ ടൈം ഇൻ മിനിറ്റ്സിലാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ടോട്ടൽ വോളിയം ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ടൈം ഇൻ മിനിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് വിത്ത് സിവിയർ വോമിറ്റിംഗ് അഡ്മിറ്റഡ് ആൻഡ് ഓർഡർ for ringer lactate 1000 ml to be infused over 24 hours. Drop factor is 60 GTT per ml. Calculated drip rate GTT per minute. അതായത് നമ്മുടെ ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് എന്ന് പറയുന്നത് 1000 ml എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. 1000, അതായത് ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് എന്ന് പറയുന്നത് 1000 എന്ന് തന്നിട്ടുണ്ട്. 1000 ഇൻറ്റു ഇതിന്റെ ഡ്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 60 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഇവിടെ 24 അവർ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ടൈം ഇൻ മിനിറ്റ്സ്. ഈ 24 അവറിനെ നമ്മൾ മിനിറ്റ്സ് ആക്കണമെങ്കിൽ 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1000 ഇൻറ്റു എന്ന് പറയുന്നത് 60,000 എന്ന് വരും. 60,000 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 60 എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1440. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 41.6 GTT per hour എന്ന് പറയുന്നത് പെർ മിനിറ്റ് എന്ന് വരും. അതായത് ഒരു മിനിറ്റിൽ നമ്മൾ ഇത്ര ഡ്രോപ്സ്, GTT എന്ന് പറയുന്നത് ഡ്രോപ്സ് എന്നും പറയാം കേട്ടോ. ഡ്രോപ്സ് പെർ മിനിറ്റ് എന്നും നമുക്ക് പറയാം, GTT പെർ മിനിറ്റ്സ് എന്നും പറയാം. ഇതിനകത്ത് വരുന്ന 41.6 ഒരിക്കലും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്ന് പറഞ്ഞാൽ അപ്പോൾ 5 കഴിഞ്ഞിട്ട് ഇപ്പോൾ 41.5 അല്ലെങ്കിൽ 5ഉം അല്ലെങ്കിൽ അതിന് മുകളിലേക്കും ഉള്ളത് അടുത്ത നമ്പർ ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് 42 ഡ്രോപ്സ് പെർ മിനിറ്റ് അഥവാ GTT പെർ മിനിറ്റ്, അതായിരിക്കും അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. കണ്ടോ, 42 GTT പെർ മിനിറ്റ്, ഇതാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. നമുക്ക് നോക്കാം. നേഴ്സ് അമീറ ഈസ് പ്രിപ്പയറിംഗ് ടു അഡ്മിനിസ്റ്റർ ഇഞ്ചക്ഷൻ സെഫ്രിയാക്സോൺ 1 gram per 100 ml to run over 30 minutes. The drop factor is
10 GTT/ml എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1 gram/ml എന്നാണ്. അതായത് 100 ml. 100 ml ആണ് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാൻ വേണ്ട ടോട്ടൽ വോളിയം ഇൻഫ്യൂസ് എന്ന് പറഞ്ഞാൽ 100 ml ആണ്. ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഡ്രോപ്പ് ഫാക്ടർ ഫോർ GTT ഈസ് 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ നമ്മുടെ ടൈം, ഇത് 30 മിനിറ്റ്സിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പം 100 × 10 = 1000 ഡിവൈഡഡ് ബൈ 30. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 33.3 GTT/minute എന്ന് വരും. ഇതിനകത്ത് 33.3 എന്ന് പറയുന്നത് 33 GTT/minute ഓർ ഡ്രോപ്സ് പെർ മിനിറ്റ് ആണ് അതിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ തന്നെ സെറ്റ് റിയാക്ഷൻ 1 gram ആണുള്ളത്. 100 ml ആണ്. 100 ml ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് 100 ml. ഡ്രോപ്പ് ഫാക്ടർ ഇവിടെ തന്നിട്ടുണ്ട് 10. അതേപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ്സ്. അതായത് 100 × 10 ഡിവൈഡ് ബൈ 30 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1000 ഡിവൈഡ് ബൈ 30 കിട്ടും. അതാണ് 33.3 GTT/minute. ഇക്വേഷൻ നമ്പർ 2 ആണ് ml/hour കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ml/hour കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, അത് എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓർഡർ, ഒരു ടോട്ടൽ വോളിയം ഇൻ ml ഡിവൈഡഡ് ബൈ ഇൻഫ്യൂഷൻ ടൈം അവേഴ്സിൽ, അതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓർഡേർഡ് 2000 ml ഓഫ് NS, 2000 ml ഓഫ് NS, 2000 ml ഓഫ് NS ആൻഡ് ഫോർ ഇൻഫ്യൂസ്ഡ് ഓവർ 4 hours. 4 hours കൊണ്ട് നമ്മൾ ഇൻഫ്യൂഷൻ ചെയ്യുവാണ്. അപ്പം ഡ്രോപ്സ് ഫാക്ടർ ഈസ് 15. അതിനകത്ത് ഡ്രോപ്പ് ഫാക്ടർ വരുന്നത് 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ml/hour വിൽ സെറ്റ് ഇൻ ദ ഇൻഫ്യൂഷൻ പമ്പ്. ഇതിനകത്ത് നമ്മൾ ഈ ഡ്രോപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ml/hour കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1000 ml ഡിവൈഡ് ബൈ 4 hour ഈസ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 500 ml/hour. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ വോളിയം ml/hour കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ടോട്ടൽ വോളിയം ഇൻഫ്യൂസ്ഡ് ഇൻ ml ഡിവൈഡഡ് ബൈ ഇൻഫ്യൂഷൻ ടൈം ഇൻ അവേഴ്സ്. ഇവിടെ 2000 ml ഡിവൈഡഡ് ബൈ 4 hours ആണ്. 500 ml/hour കൊടുക്കണം. അപ്പോൾ ഈ ഡ്രഗ് കാൽക്കുലേഷൻസിനെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും ബൈ ബൈ.